ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഈവൺ ആയിട്ടൊരു കളർ വരാൻ വേണ്ടിയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. കൊറിയൻ ഗ്ലാസ് സ്കിന്ന് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് യൂസ് ചെയ്താൽ നല്ല കളർ വരാനും നല്ല തിളക്കം വരാനും സഹായിക്കും. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സ്കിന്നിനെ നീക്കം ചെയ്തിട്ട് സ്കിന്ന് നല്ല യങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തൈരാണ്. തൈര് എന്ന് പറയുന്നത് ഇതിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ പോർസ് എല്ലാം ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന, അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ തൈര് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് തേനാണ് കേട്ടോ. തേൻ എന്ന് പറയുന്നത് നല്ല നമ്മുടെ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇതുണ്ടല്ലോ പിമ്പിൾസ്, അത് വരാതിരിക്കാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം എന്ന് പറയുന്നത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്കൊരു പേക്ക് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ സാധനവും നമ്മൾ ഓരോരോ സാധനവും നമ്മുടെ സ്കിന്നിന് അതിൻ്റേതായ ഗുണങ്ങൾ നൽകുന്ന സാധനമാണ്. സ്കിന്ന് സ്മൂത്ത് ആവാനും സ്കിന്നിലെ പോറ് ടൈറ്റ് ആവാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും എല്ലാം ഹൈഡ്രേറ്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമ്മൾ ഫേസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്തെല്ലാം ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഉണ്ടാവും. ആ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് മസാജ് കൊടുത്താൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് നിങ്ങളിത് ഫേസിൽ വെക്കുക. 25 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയേണ്ടത്. കഴുകി കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് കൊടുത്ത് കൈ കൊടുക്കുകയെന്നാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. ഇനി അതല്ല, നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് മസാജ് ചെയ്യുന്നതിലുപരി നമ്മുടെ പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, പഴത്തിൻ്റെ തൊലീൻ്റെ ഉൾഭാഗം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് കഴുകിയെടുക്കുകയെന്നാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പെർമനൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളെ സൺ ടാന് മാറാനെല്ലാം വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ തേനാണ് ഇനി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. തേൻ ഒരു ചെറിയ കുപ്പി വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അധിക ഫേസ് പാക്കുകളിൽ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തേന്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ. ഇനി അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഓൺലൈനിൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് കഴുകി തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഒറ്റ യൂസ് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുമെങ്കിൽ അതൊരു 24 അവേഴ്സ് മാത്രമേ നിൽക്കൂ. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.